ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഇച്ചിരി സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നമുള്ളത് കൊണ്ട് ഇച്ചിരി വിഷമത്തിലാണ് ഞാനിന്ന് ഫീൽഡിൽ പോണത്. അപ്പോൾ ഞാനിങ്ങനെ കടകളിലൂടെ പോകുമ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന ഒരുപാട് പേരുണ്ട്. ചിലവർ ഞാൻ സാധനങ്ങൾ കൊടുക്കുന്നവരായിരിക്കാം, ചില ആൾക്കാർ വഴിയിൽ കണ്ടുമുട്ടുന്നവരായിരിക്കാം, അങ്ങനെ പലരുണ്ട്. അപ്പോൾ ഞാൻ ഒരു കടയിൽ സാധനം കൊടുക്കാനായിട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ സാധനങ്ങൾ വാങ്ങാൻ വരുന്നൊരു അമ്മയുണ്ട് കേട്ടോ. അപ്പോൾ അമ്മേനെ ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്, ഞങ്ങൾ വർത്തമാനം പറയാറുണ്ട്, ചിരിക്കാറുണ്ട്, അങ്ങനെയൊക്കെയാണ്. ഇന്ന് എൻ്റെ നിൽപ്പ് കണ്ടിട്ട് എടുത്ത് കഴിക്കുന്ന ചോദിച്ചു, എന്നെ അടിപ്പെണ്ണ നിനക്ക് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ നിനക്കെന്തോ പറ്റിയിട്ടുണ്ട്, നിൻ്റെ മുഖം ഇങ്ങനെയല്ല, നീ വളരെ സന്തോഷവതിയായിട്ട് ഞാൻ കാണാറ്, ഇന്ന് നിനക്കെന്തോ സങ്കടമുണ്ട് എന്നൊക്കെ പറഞ്ഞു. ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ സമയത്തൊന്ന് കരയാനാണ് തോന്നി. കാരണം നമ്മൾ വല്ലപ്പോഴും കണ്ടുമുട്ടുന്ന വ്യക്തികളാണ്. പക്ഷേ നമ്മുടെ സ്വരം ഒന്ന് മാറുമ്പോൾ, നമ്മുടെ മുഖമൊന്ന് വാടുമ്പോൾ അറിയാനായിട്ട് ശ്രമിക്കുന്ന അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടല്ലോ, നമ്മളൊരിക്കലും മറക്കരുത്. കാരണം നമ്മുടെ വിഷമങ്ങൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മുഖമൊന്ന് വാടുമ്പോൾ നമ്മൾ അറിയാനായിട്ട് ശ്രമിക്കുന്ന ഏതൊരു വ്യക്തി നിങ്ങളുടെ കൂടെയുണ്ടോ ആ വ്യക്തികളെ നിങ്ങൾ ഒഴിവാക്കരുത്, ഒരിക്കലും ഒഴിവാക്കരുത്. എനിക്കങ്ങനെ അധികം പേരൊന്നുമില്ല, 1-2 പേരെൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ ഫോണൊക്കെ വിളിക്കുന്ന സമയത്ത് എൻ്റെ ശബ്ദം മാറുമ്പോൾ എന്നെ പറ്റിയിടി എന്ന് ചോദിക്കാനായിട്ട്. അങ്ങനെയുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. എനിക്കിന്ന് അമ്മ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സങ്കടം വന്നു. ഞാനത് ഒരുപാട് ശ്രമിച്ചു ഒന്ന് പിടിച്ചു വയ്ക്കാനായിട്ട്. എന്നിട്ട് കുറച്ച് നേരമൊക്കെ സംസാരിച്ച് ഞാൻ തിരിച്ചു പോകുന്നത്. ആയതിനാൽ നിങ്ങളുടെ കൂടെയുള്ള, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളുടെ മുഖമൊന്ന് വാടുമ്പോൾ, നിങ്ങളുടെ സംസാരം ഒന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിന് ഒരുപാട് വിഷമമുണ്ട് എന്നറിയുന്ന വ്യക്തികളെ, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന ആ വ്യക്തികളെ നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. നമ്മുടെ ശരീരത്തിന് അസുഖം വന്നു കഴിഞ്ഞാൽ, ഒരു പനിയാണെങ്കിൽ, കഴിഞ്ഞ ആഴ്ച എനിക്ക് പനിയായിരുന്നു, പനിയും ചുമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശബ്ദത്തിനൊക്കെ ഭയങ്കര ഒരു ഗാംഭീര്യം മോഡലായിരുന്നു. അപ്പോൾ എന്നെ അറിയുന്നത്, ജിനിത് നിനക്ക് പനിയാണോ എന്ന് ചോദിച്ചു. സ്വരമൊക്കെ വല്ലാണ്ടിരിക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ശാരീരികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് അവർ മനസ്സിലാക്കിയത്. പക്ഷെ മനസ്സിൻ്റെ വിഷമം മനസ്സിലാക്കാനായിട്ട് നമ്മൾ പറയാൻ മടിക്കും. എന്നെ സംബന്ധിച്ചൊക്കെ എനിക്ക് പറയാനായിട്ട് ഭയങ്കര മടിയുള്ള ഒരാളാണ്. അപ്പോൾ പറയാൻ മടിക്കുന്ന സമയത്ത് അത് മനസ്സിലാക്കിയിട്ട് നമ്മളോട് പെരുമാറുമ്പോണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിൽ നമ്മളെ മനസ്സിലാക്കുന്നവർ. അതല്ലേ ശരി, അതാണ് ശരി. ആയതിനാൽ അങ്ങനെയുള്ള ഏതെങ്കിലും ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിൽ, നിങ്ങൾ കാണുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരൊരിക്കലും ഒഴിവാക്കരുത്. താങ്ക് യു.